ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം, ദ ടോട്ടൽ ഓഫ് ഓൾ 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ഈസ് നോൺ ആസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓർ GTI. GTI, it is popularly known as GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ദേ ആർ ആസ് ഫോളോസ്. എന്തൊക്കെയാണ് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അതിൽ ആദ്യം തന്നെ വരുന്നത് ഇൻകം ഫ്രം സാലറിയാണ്. ഇൻകം ഫ്രം സാലറി, ദ ഫസ്റ്റ് മേജർ കമ്പോണൻറ്റ് ഇൻകം ഓഫ് gross total income, or the first major element, the first head of income, first heads of income is known as income from salary. Income from, second one income from house property, income from house property, third one income from business or profession, fourth one capital gain, and fifth one income from other sources. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു വ്യക്തിയുടെ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡിവിജ്വലാണ്, ഇൻഡിവിജ്വൽ ആകാം, അതുപോലെ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആകാം, പാർട്ട്ണർഷിപ്പ് ഫേം ആകാം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആകാം, AOP ആകാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആകാം, അതുപോലെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം, ട്രസ്റ്റ് ആകാം. അങ്ങനെ പല തരത്തിലുള്ള പേഴ്സൺസ് ഉള്ള ഒരു സൊസൈറ്റിയിൽ ആ പേഴ്സൻ്റെ ടോട്ടൽ ഇൻകം എന്നുള്ള, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ അവർക്ക് വരാകുന്ന ഒരു അസസിക്ക് വരാവുന്ന ഇൻകത്തിൻ്റെ 5 ഹെഡുകളാണ്. അപ്പോൾ മൊത്തം ഇൻകത്തെ 5 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആ ഗ്രൂപ്പിൽ വരുന്ന ഓരോ ഗ്രൂപ്പും ഓരോ ഹെഡായിട്ട് നമ്മൾ അറിയപ്പെടുന്നു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്തിട്ട് എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി, ആ സാലറി ഒരു ഹെഡായിട്ട് വരുന്നു. അതുപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഒരു വ്യക്തിയുടെ പേരിലുള്ള ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന, വീട് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന ഇൻകം, അതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ബിസിനസ്, ഒരു വ്യക്തി നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ ഇൻകം വക്കീൽ, ലോയേഴ്സ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ, ഡോക്ടർമാർ, ഇവരുടെയൊക്കെ പ്രൊഫഷണൽ സ്കില്ല് കൊണ്ട് കിട്ടുന്ന ഇൻകം, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇത് രണ്ടെണ്ണമാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ സ്കില്ല്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ആണ്. റെമ്യൂണറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻകമാണ് ഈ പറഞ്ഞ പ്രൊഫഷണൽ ഇൻകം. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ, പ്രോപ്പർട്ടി ലാൻഡോ ബിൽഡിങ്ങോ അങ്ങനെയുള്ള ക്യാപിറ്റൽ അസറ്റ്സ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭമാണ്. വിറ്റ വില അല്ല ഉദ്ദേശിക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് അല്ല, ഫുൾ വാല്യൂ കൺസെഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ലാഭമാണ് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ. അതിന് പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ക്യാപിറ്റൽ ഗെയിൻ. 5ാമത്തെ ആണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അങ്ങനെ 5 ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഈ 4 ഹെഡുകളിലും വരാത്ത എന്തൊക്കെ ഇൻകം ഉണ്ട് അതൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരും. പിന്നെയും കുറേ കിടക്കുന്നു, ഇൻട്രസ്റ്റ്, ബാങ്ക് ഡെപ്പോസിറ്റിലെ ഇൻട്രസ്റ്റ്, അതുപോലെ ഡിവിഡൻറ്റ്, അതുപോലെ ലോട്ടറി വിന്നിങ്, ക്രോസ് വേർഡ് പസിൽ, അങ്ങനെ ധാരാളം ഇൻകംസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഇൻകംസൊക്കെ കൂടി ചേർന്ന് വരുന്ന ഇൻകമാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ പ്രൊവിഷൻസ് വരുന്ന ഇൻകം ഫ്രം സാലറി, അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കണ്ടക്റ്റ്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ വരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും അതിൻ്റേതായ പ്രൊവിഷൻസൊക്കെ അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇൻകം ടാക്സ് ആക്ട് റൂൾ അനുസരിച്ച്, അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകമാണ് ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിൽ ഏത് ഹെഡ് എടുത്താലും, അപ്പോൾ 5 ഹെഡുകളിൽ ഏത് ഹെഡ് എടുത്താലും അതൊക്കെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചാണ് കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സെക്കൻഡ് മേജർ എലമെൻ്റ് ആണ്, സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. നോക്കിയാൽ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ദ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് ദ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം for income tax purposes. The provisions of Income Tax Act 1961. വീണ്ടും ആ ഇയർ ഓർക്കാനായിട്ട് നമുക്കൊരു ഇത് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് 1961 റിഗാർഡിംഗ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആർ കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 22 to 27. അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിലെ 1961 ഇൻകം ടാക്സ് ആക്റ്റിലെ സെക്ഷൻസ് 22 മുതൽ 27 വരെയുള്ള സെക്ഷൻസാണ് നമുക്ക് ഇത് ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്.
അതുപോലെ അടുത്തൊരു ഒരു പ്രധാനപ്പെട്ട ഹെഡാണ് ബേസിസ് ഓഫ് ചാർജസ്. സെക്ഷൻ 22 പ്രകാരം പറയുന്നത് ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഷാൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആനുവൽ വാല്യൂ എന്നുള്ള വാക്ക് നമുക്ക് പഠിക്കേണ്ടത്. ആനുവൽ ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എന്നുള്ളത് എന്താണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ സെക്ഷൻ 22 പ്രകാരമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 22 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് സേ വിത്ത് റെഫറൻസ് ടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആസ് ഫോളോസ്. നമുക്ക് എന്താ ഇതിലൊക്കെ പറഞ്ഞു നോക്കാം. ദ അസസി ഈസ് ചാർജബിൾ ടു ടാക്സ് ഓൺ ദ ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പോൾ ഒരു അസസി ടാക്സബിൾ ആകുന്നത്, ഒരു അസസിക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് ആ അസസിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂവിനെ ബേസ് ചെയ്താണ്. കൺസിസ്റ്റിംഗ് ഓഫ് എനി ബിൽഡിംഗ്. അപ്പോൾ ആനുവൽ വാല്യൂവിൻ്റെ ആ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ വരും? ബിൽഡിംഗ് വരും, ലാൻഡ് അപ്പർട്ടൻറ്റ് ടു ദെയർ ടു, അതായത് അതിനോടനുബന്ധമായിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്ങും അതിനോട് ചേർന്ന കോമ്പൗണ്ടും ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞ ലാൻഡ് അപ്പർട്ടൻറ്റ് ടു ദെയർ ടു, ഓഫ് വിച്ച് ഹീ ഈസ് ദ ഓണർ. അപ്പോൾ ഓണർ അപ്പോൾ ഒരു പ്രോപ്പർട്ടി സ്വന്തമായിട്ടുള്ള ഒരു ബിൽഡിംഗ്, സ്വന്തമായിട്ടുള്ള ബിൽഡിങ്ങും അതിനോട് ചേർന്ന കോമ്പൗണ്ടും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അസസിയാണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ആൻഡ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ബൈ ഹിം ഫോർ ഹിസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ ഈ ബിൽഡിംഗ് ആളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്വന്തം പേരിലുള്ള ഒരു പ്രോപ്പർട്ടി ആളുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, ആളുടെ പ്രൊഫഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നമുക്കതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഷാൽ ബി ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ് ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് പാലിച്ചാലാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് നമുക്ക് ഈ ഹെഡിൽ ഉൾപ്പെടുത്താൻ പറ്റുക? ദ ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടൻറ്റ് ദെയർ ടു. അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവണം? ബിൽഡിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ അതിൻ്റെ ചുറ്റുമായിട്ടുള്ള കോമ്പൗണ്ട് ലാൻഡായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് ടാക്സ് പെയർ ഷുഡ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ടാക്സ് പെയർ ഷുഡ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഓർ ഓണർ ഇൻക്ലൂഡ്സ് ഡീംഡ് ഓണർ. ഡീംഡ് ഓണറെ നമുക്ക് ഓണറായിട്ട് കണക്കാക്കാം. ദ ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് നോട്ട് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. സ്വന്തം ബിസിനസ്സിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പാടില്ല, പ്രൊഫഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഓണറായിരിക്കണം, സ്വന്തം പേരിലുള്ള ബിൽഡിംഗ് ആയിരിക്കണം, അത് സ്വന്തം പേരിലായിരിക്കണം ബിൽഡിംഗ്, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് ലാൻഡ് ഉണ്ടായിരിക്കണം. ദെൻ ടാക്സ് പെയർ ഷുഡ് ബി ദ ഓണർ ആയിരിക്കണം. ദെൻ ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷന് വേണ്ടി ഉപയോഗിക്കരുതെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കാൽക്കുലേഷനുകൾ നടത്തുമ്പോൾ ഈ 3 പോയിന്റുകൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഷാൽ ബി ടാക്സബിൾ അണ്ടർ ദിസ് ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പോൾ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് പാലിച്ചാൽ മാത്രമാണ് ഇൻകം ടാക്സിൻ്റെ ആ പ്രോസസ്സിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ഒന്ന്, ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ ഉണ്ടാവണം? ബിൽഡിങ് അല്ലെങ്കിൽ ലാൻഡ് അപ്പർട്ടൻറ്റ് ദെയർ ടു ആയിരിക്കണം. പിന്നെ ഓണറായിരിക്കണം, ടാക്സ് പെയർ അതിൻ്റെ ഓണറായിരിക്കണം. ദെൻ പിന്നെ എന്തിരിക്കണം? ഇത് ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ആദ്യത്തെ സെഷനിൽ നമുക്ക് പറയാനുള്ളത്. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഹെഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി അതിന് ശേഷം ഇനിയുണ്ട് അതിൽ വരുന്നത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.